Welcome back. This is Reshma Prichon with Inspiring Depot. ബ്രിട്ടീഷുകാരുടെ കനത്ത സാമ്പത്തിക ചൂഷണത്തെ തുടർന്ന് ഇന്ത്യയിൽ കടുത്ത ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം വളർന്നു വന്നു. അങ്ങനെ 19-ാം നൂറ്റാണ്ടിൽ ജാതിമത വർഗഭേദമന്യേ രൂപപ്പെട്ട ഒരു ഐക്യബോധമായിരുന്നു ദേശീയത. ഈ ദേശീയതയുടെ സംഘടനാ രൂപമായിരുന്നു ബ്രിട്ടീഷുകാർ രാജ്യദ്രോഹത്തിന്റെ ഫാക്ടറി എന്ന് മുദ്രകുത്തിയ INC അഥവാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. INCയുടെ രൂപീകരണം എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. 1885 രൂപപ്പെട്ടത് മുതൽ 1947 സ്വാതന്ത്ര്യ സമരം കിട്ടുന്നത് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ ആ പ്രക്ഷോഭങ്ങൾക്ക് നേതൃസ്ഥാനത്ത് നിന്നിരുന്ന സംഘടനയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ളത്. ഇത് രൂപപ്പെട്ടത് രണ്ട് സംഘടനകൾ കൂടിച്ചേർന്നിട്ടാണ്. ഒന്ന് 1876 സുരേന്ദ്രനാഥ് ബാനർജിയും ആനന്ദമോഹൻ ബോസും രൂപം കൊടുത്ത ഇന്ത്യൻ അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയുടെ ഒരു വിഭാഗവും, അതുപോലെ 1884 അലക്സാണ്ടർ ഒക്ടേവിയൻ ഹ്യൂം എന്ന ഹ്യൂം രൂപം കൊടുത്ത ഇന്ത്യൻ നാഷണൽ യൂണിയനും കൂടിച്ചേർന്നുകൊണ്ടാണ് എന്തുണ്ടായിരിക്കുന്നത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടായിട്ടുള്ളത്. അതിൽ ഇന്ത്യൻ അസോസിയേഷൻ്റെ ഒരു വിഭാഗമാണ് ചേർന്നത് എന്ന് പറയുന്നത് അല്ലേ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് നമ്മുടെ സുരേന്ദ്രനാഥ ബാനർജി. ഈ രണ്ട് വ്യക്തികളും ചേർന്നിട്ടാണ് ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിക്കുന്നത്. അതിൽ സുരേന്ദ്രനാഥ ബാനർജിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം പിന്നീട് ഏതിലേക്ക് ഉൾപ്പെട്ടു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണ വേളയിൽ അങ്ങനെ ഒരു സംഘടനയിലേക്ക് അവർ ചേർക്കപ്പെട്ടു. ആരാണ് സുരേന്ദ്രനാഥ ബാനർജി? അദ്ദേഹമാണ് ഇന്ത്യൻ ദേശീയതയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ ദേശീയതയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് സുരേന്ദ്രനാഥ ബാനർജി. അപ്പൊ അദ്ദേഹവും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വിഭാഗവും ആണ് ഈ ഒരു സംഘടനയിലേക്ക് പിന്നെ പോയത്. അതുപോലെ ഇന്ത്യൻ നാഷണൽ യൂണിയൻ രൂപപ്പെടുന്നത് 1884 അലക്സാണ്ടർ ഒക്ടേവിയൻ ഹ്യൂം ആണ് ഈ ഒരു സംഘടനയുടെ സ്ഥാപകൻ എന്ന് പറയുന്നത്. ഇദ്ദേഹം അറിയപ്പെടുന്നത് പോപ്പ് ഓഫ് ഇന്ത്യൻ ഓർണിത്തോളജി എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ദി പോപ്പ് ഓഫ് ഇന്ത്യൻ ഓർണിത്തോളജി, അതായത് ഇന്ത്യൻ പക്ഷി നിരീക്ഷണ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഹ്യൂം. ഇദ്ദേഹം സ്കോട്ട്ലൻഡുകാരനാണ്. ഒരു ഇമ്പീരിയൽ സർവീസ് കോർപ്സിൽ സ്കോട്ടിഷ് ഉദ്യോഗസ്ഥനായിട്ട് ഹിമാചൽ പ്രദേശിലെ റൂദിനി ഹൗസിൽ താമസിക്കുന്ന സമയത്ത്, ഹിമാചൽ പ്രദേശിലെ റൂദിനി ഹൗസ്, അപ്പൊ അവിടെയായിരുന്നു അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ആ ഒരു അവസരത്തിൽ സ്കോട്ട്ലൻഡുകാരനാണ് അല്ലെ, നമുക്കറിയാം അല്ലെ, സ്കോട്ട്ലൻഡ്, ബ്രിട്ടൻ, 4 രാജ്യങ്ങൾ ചേർന്നിട്ടാണ് ബ്രിട്ടൻ ഉണ്ടായിട്ടുള്ളത്. അപ്പം ബ്രിട്ടീഷുകാരനായിട്ടുള്ള ഹ്യൂം രൂപം കൊടുത്ത സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ INCയുടെ ആദ്യകാല രൂപമായിട്ടാണ് കണക്കാക്കുന്നത്. അല്ലെങ്കിൽ INCയുടെ ആദ്യകാല നാമം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ഇന്ത്യൻ നാഷണൽ യൂണിയൻ ആണെന്ന് പറയാം. അതുപോലെ INCയുടെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ അലക്സാണ്ടർ ഒക്ടേവിയൻ ഹ്യൂം. ഇന്ത്യൻ പക്ഷി നിരീക്ഷണ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ഇമ്പീരിയൽ സർവീസ് കോർപ്സിലെ ഒരു സ്കോട്ടിഷ് ഉദ്യോഗസ്ഥനായിട്ടുള്ള വ്യക്തിയായിരുന്നു. പിന്നെ ഹിമാചൽ പ്രദേശിലെ റൂദിനി ഹൗസ്, പണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, റൂദിനി ഹൗസിൽ താമസിച്ചിരുന്നത് ഇദ്ദേഹമായിരുന്നു. അതുപോലെ ഇദ്ദേഹം എഴുതിയ ഒരു പ്രധാനപ്പെട്ട പുസ്തകമാണ് അഗ്രികൾച്ചറൽ റിഫോംസ്. ഇപ്പൊ മുന്നേയുള്ള UP എക്സാംസിൽ ഒക്കെ കൂടുതലും ചോദിച്ചിട്ടുള്ള ഒന്നാണ് ഹ്യൂമിനെ കുറിച്ചിട്ടോ അദ്ദേഹത്തിന്റെ പുസ്തകത്തിനെ കുറിച്ചിട്ടോ. ഇപ്പൊ കാർഷിക പരിഷ്കാരങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട അഗ്രികൾച്ചറൽ റിഫോംസ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയതും ഇന്ത്യൻ പക്ഷി നിരീക്ഷണ ശാസ്ത്രത്തിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നതും ആരാണ്? അലക്സാണ്ടർ ഒക്ടേവിയൻ ഹ്യൂം. അപ്പോൾ ഇദ്ദേഹത്തിന്റെ സംഘടനയാണ് INCയുടെ ആദ്യകാല രൂപം. ഇദ്ദേഹമാണ് INCയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. അങ്ങനെ ഈ പറഞ്ഞ ഇന്ത്യൻ അസോസിയേഷനിൽ സുരേന്ദ്രനാഥ ബാനർജിയുടെ വിഭാഗവും ഇന്ത്യൻ നാഷണൽ യൂണിയനിലുള്ള അംഗങ്ങളും കൂടിയിട്ട് 1884 മദ്രാസിൽ ഒരു മീറ്റിംഗ് കൂടുകയാണ്. ആ മീറ്റിങ്ങിൽ വളരെ കുറച്ചു പേരെ ആദ്യം പങ്കെടുത്തിട്ടുണ്ടായിട്ടുള്ളൂ. ഏകദേശം 17 പേർ മാത്രമായിരുന്നു ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തിരുന്നത്.
ആ 17 പേർ കൂടിച്ചേർന്ന മീറ്റിങ്ങിലാണ് ഇങ്ങനൊരു സംഘടന രൂപീകരിക്കുന്ന ഒരു ആവശ്യകത ഉയർന്നു വന്നത്. അങ്ങനെ 1885 ഡിസംബർ 28 രൂപപ്പെട്ട സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. അന്ന് ഈ ഒരു പേരിലല്ല അറിയപ്പെട്ടത്, വെറും കോൺഗ്രസ് എന്ന് മാത്രമേ അറിയപ്പെട്ടിട്ടുള്ളൂ. പിന്നീടാണ് ഇന്ത്യൻ നാഷണൽ എന്നുള്ള ആ ഒരു ഭാഗവും കൂടി, പേരിന്റെ ഭാഗവും കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടത്. അപ്പൊ എപ്പോഴാണ് ഇത് രൂപീകരിച്ചത്? 1885 ഡിസംബർ 28. രൂപീകരണ സമയത്ത് സെക്രട്ടറി ആരായിരുന്നു? സ്ഥാപകനായിട്ടുള്ള അലക്സാണ്ടർ ഒക്ടേവിയൻ ഹ്യൂം തന്നെയായിരുന്നു രൂപീകരണ സമയത്തെ സെക്രട്ടറി. അപ്പൊ അദ്ദേഹത്തെ നമുക്ക് സ്ഥാപക സെക്രട്ടറി എന്ന് വിളിക്കാം, കാരണം അദ്ദേഹമാണ് സ്ഥാപിച്ചത്. അദ്ദേഹമായിരുന്നു 1885 ഇത് രൂപീകരിച്ചത് മുതൽ 1906 വരെ INCയുടെ സെക്രട്ടറി അലക്സാണ്ടർ ഒക്ടേവിയൻ ഹ്യൂം ആയിരുന്നു. ബ്രിട്ടീഷ് രാജ്ഞി വിക്ടോറിയ രാജ്ഞിയായിരുന്നു. ബ്രിട്ടീഷ് രാജ്ഞി വിക്ടോറിയ രാജ്ഞി, അതുപോലെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സാലിസ്ബറി പ്രഭു. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. സാലിസ്ബറി പ്രഭുവുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ഒരു ബ്രിട്ടീഷ് വൈസ്രോയി, വളരെ ആക്റ്റീവായിരുന്ന ഒരു ബ്രിട്ടീഷ് വൈസ്രോയി രാജിവെച്ചിരുന്നു. അപ്പൊ ആരായിരുന്നു ആ വ്യക്തി എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാം. അപ്പൊ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്നത് സാലിസ്ബറി പ്രഭുവാണ് ആ ഒരു സമയത്ത്. ബ്രിട്ടീഷ് വൈസ്രോയി ഡഫറിൻ പ്രഭു. ബ്രിട്ടീഷ് വൈസ്രോയി ആരാണ്? ഡഫറിൻ പ്രഭുവാണ്. ഡഫറിൻ പ്രഭുവാണ് INCയെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിശേഷിപ്പിച്ചത്. ഇന്റർനാഷണൽ കോൺഗ്രസിന് മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയായിരുന്നു ആര്? ഡഫറിൻ പ്രഭു. അതുപോലെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ, ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിട്ട് അറിയപ്പെട്ടത് റാൻഡോൾഫ് ചർച്ചിലാണ്. റാൻഡോൾഫ് ചർച്ചിൽ. അന്നത്തെ സമയത്ത് ബോംബെ ഗവർണർ ആയിട്ടുണ്ടായിരുന്നത് ലോർഡ് റീ ആണ്. അപ്പൊ വളരെ തുടക്കകാലത്ത് ഈ വൈസ്രോയിമാരെക്കാളും തുടങ്ങുന്നതിന് മുന്നേ ഈ ഗവർണർമാരായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് ബോംബെ ഗവർണർമാര്, അതുപോലെ ബംഗാൾ ഗവർണർ, അങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ പിന്നീടാണ് എന്ത് ചെയ്തത്? ബ്രിട്ടീഷ് ഇന്ത്യക്ക് മുഴുവനായിട്ട് നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് ഒരു എന്ത് വന്നത്? വൈസ്രോയി അല്ലെങ്കിൽ ഗവർണർ ജനറൽ പദവി വന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ബ്രിട്ടീഷ് വൈസ്രോയി ഡഫറിൻ പ്രഭുവാണ്. ആ ഒരു സമയത്തെ ബോംബെ ഗവർണർ ആരായിരുന്നു? ലോർഡ് റീ ആണ്. REAY, ലോർഡ് റീ. ഓക്കെ, അതാണ് അദ്ദേഹത്തിന്റെ സ്പെല്ലിംഗ് പേരിന്റെ. ഇതാണ് രൂപീകരണ സമയത്ത് ഓരോരോ സ്ഥാനത്തുണ്ടായിരുന്ന വ്യക്തികൾ. INCയുടെ ആദ്യകാല സംഘടനാ നാമം കോൺഗ്രസ് എന്നായിരുന്നു, അല്ലാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നായിരുന്നില്ല. ആദ്യം അറിയപ്പെട്ടിരുന്നത് കോൺഗ്രസ് എന്ന് മാത്രമായിരുന്നു. അപ്പൊ ആ ഒരു പേര് കൊടുത്തത്, കോൺഗ്രസ് എന്ന പേര് കൊടുത്തത് ദാദാഭായ് നവറോജിയാണ്. ഇദ്ദേഹം ഈ ഒരു ടേം, ഈ ഒരു പദം ഇദ്ദേഹത്തിന് കിട്ടിയത് അമേരിക്കൻ ചരിത്രത്തിൽ നിന്നാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ വിപ്ലവം നമുക്കറിയാം അല്ലെ, ബോസ്റ്റൺ ടീ പാർട്ടിയും അങ്ങനെയുള്ള പ്രക്ഷോഭങ്ങളും ഒക്കെ അറിയാം. അപ്പൊ അതില് കോണ്ടിനെന്റൽ കോൺഗ്രസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. 1, 2, 3 അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു അമേരിക്കൻ സ്വാതന്ത്ര്യ സമര ചരിത്രങ്ങളിൽ. അപ്പൊ അതിൽ നിന്നാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പദം കിട്ടിയതും അങ്ങനെ ഈ ഒരു സംഘടനയെ കോൺഗ്രസ് എന്ന് വിളിച്ചതും. 1885 മുതൽ സംഘടനയുടെ പേരെന്തായിരുന്നു? കോൺഗ്രസ് എന്നായിരുന്നു. ഇനി നമുക്ക് ദാദാഭായ് നവറോജി, ഒഴിച്ചുകൂടാനാവാത്തൊരു വ്യക്തിയാണ് ഇദ്ദേഹം. ഇദ്ദേഹം എന്ന് പറയുന്നത് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ഇന്ത്യൻ ദേശീയതയുടെ വന്ധ്യവയോധികനെ നമ്മൾ പരിചയപ്പെട്ടു. ആരാണ്? സുരേന്ദ്രനാഥ ബാനർജിയാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? നമ്മുടെ ദാദാഭായ് നവറോജി. ഇനി കുറെ കാര്യങ്ങൾ ഇദ്ദേഹത്തെ കുറിച്ച് പഠിക്കാനുണ്ട്. അത് നമുക്ക് INCയുടെ ഓരോ വർഷത്തെയും സമ്മേളനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാം. അതുപോലെ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ്, ഇന്ത്യൻ ഇക്കണോമി, ഓക്കെ, അപ്പൊ അതിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നതും, അതുപോലെ പൊളിറ്റിക്കൽ സയൻസ്, അതായത് രാഷ്ട്രതന്ത്രശാസ്ത്രത്തിന്റെ പിതാവും ഇദ്ദേഹമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും കണക്കാക്കിയ വ്യക്തിയും ഇദ്ദേഹമായിരുന്നു. അതുപോലെ ഇദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സിദ്ധാന്തമാണ് ചോർച്ച സിദ്ധാന്തം അല്ലെങ്കിൽ മസ്തിഷ്ക സിദ്ധാന്തം എന്ന് പറയുന്നത്. ചോർച്ച, ഡ്രെയിൻ അല്ലെ, ഡ്രെയിൻ തിയറി എന്ന് കേൾക്കാം നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് മസ്തിഷ്ക സിദ്ധാന്തം, ബ്രെയിൻ തിയറി എന്നൊക്കെ കേൾക്കാം. ഈ ഒരു സിദ്ധാന്തം പറയുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടത്തിയ സാമ്പത്തിക ചൂഷണത്തിനെ കുറിച്ചിട്ടാണ്. നമ്മളെ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ അവർ ചൂഷണം ചെയ്യുന്നുണ്ട്,
അല്ലെ? അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു സിദ്ധാന്തത്തിൽ ഉള്ളത്. ഈ ഒരു സിദ്ധാന്തം ആദ്യമായിട്ട് അവതരിപ്പിക്കപ്പെട്ടത് 1889 രണ്ടാം പാരീസ് ഇന്റർനാഷണലിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഈ ഒരു സിദ്ധാന്തം അവതരിപ്പിക്കപ്പെടുന്നത്. രണ്ടാമത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം കൊൽക്കത്തയിൽ വെച്ച് നടക്കുമ്പോൾ 1896 കൊൽക്കത്ത ഐ എൻ സി സമ്മേളനത്തിൽ വെച്ചിട്ട് ഈ ഒരു ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിക്കപ്പെട്ടു. പിന്നീട് മൂന്നാമത് ഇത് വരുന്നത് 1910 പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ പുസ്തകത്തിലാണ്. അതാണ് പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. വളരെ ഫേമസ് ആയ പുസ്തകമാണ്, നിങ്ങൾക്ക് നന്നായിട്ട് കേട്ട് പരിചയമുള്ള പുസ്തകമായിരിക്കും. പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അപ്പോൾ ഈ ഒരു പിന്നെ ഈ മൂന്ന് രീതിയിലാണ്, അതായത് മൂന്ന് തരത്തിലാണ് ഇതിന്റെ അവതരണം നടക്കുന്നത് അല്ലെ? ആദ്യ അവതരണം 1889 സെക്കൻഡ് പാരീസ് ഇന്റർനാഷണലില്, രണ്ടാമത്തത് 1896 കൊൽക്കത്ത INC, മൂന്നാമത്തത് 1910 അദ്ദേഹത്തിന്റെ പുസ്തകം പ്രസിദ്ധീകരിച്ച സമയത്ത്. 1910 ഈ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്, പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം. നമ്മുടെ പിന്നെ ബ്രിട്ടീഷ് ഭരണം നമ്മളെ എങ്ങനെയൊക്കെ ബാധിച്ചിട്ടുണ്ട് അല്ലെ? ഇപ്പൊ ദാരിദ്ര്യമായിട്ട് ബന്ധം, നമ്മൾ ദാരിദ്ര്യത്തിന്റെ അങ്ങേ അവസ്ഥാന്തരങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാലഘട്ടമാണ്. അപ്പൊ അതിനെക്കുറിച്ചിട്ട് അതിന്റെ പ്രധാനപ്പെട്ട സ്രോതസ് അല്ലെങ്കിൽ കാരണഹേതു എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ആധിപത്യമാണ് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമായിരുന്നു, ഒരു സിദ്ധാന്തമായിരുന്നു ഈ ചോർച്ചാ സിദ്ധാന്തം അല്ലെങ്കിൽ മസ്തിഷ്ക സിദ്ധാന്തം എന്ന് പറയുന്നത്. ഇതൊക്കെ അവതരിപ്പിച്ച വ്യക്തിയാണ് ദാദാഭായ് നവറോജി. പിന്നെയും കുറെ ക്രെഡിറ്റ്സ് ഇദ്ദേഹത്തിന്റെ പേരിലുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആവുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ഇദ്ദേഹമായിരുന്നു. 80ാമത്തെ വയസ്സിലാണ് ഇദ്ദേഹം പ്രസിഡന്റ് ആവുന്നത്. അതുപോലെ പിന്നെ 3 തവണ പ്രസിഡന്റ് ആവുന്ന ആദ്യത്തെ വ്യക്തിയും ഇദ്ദേഹമാണ്. അത് നമുക്ക് INCന്റെ മറ്റുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇതാണ് നമുക്ക് ദാദാഭായ് നവറോജിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ഇന്ത്യൻ ദേശീയതയുടെ മിതവാദി കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. 885 മുതൽ 905 വരെ മിതവാദി കാലഘട്ടം. അപ്പൊ അത് നമുക്ക് INCയുടെ ഓരോ സമ്മേളനങ്ങളെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. വാർഷിക സമ്മേളനങ്ങൾ നടന്നത് എവിടെ വെച്ചിട്ടാണ്, ആരായിരുന്നു അതിന്റെ പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നത്, എന്തൊക്കെയായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ, ഇതൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടത്. അതിന് ചെറിയ ചെറിയ കോഡിലൂടെ ഒരു 4-5 INC സമ്മേളനങ്ങൾ ഒരുമിച്ചൊരു കോഡായിട്ട് പഠിക്കുന്നതായിരിക്കും നല്ലത് തോന്നുന്നു. അപ്പൊ അങ്ങനെ ഒരു ചെറിയ കോഡാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വർഷം കൂടി വെച്ചിട്ട് പഠിക്കണം. ആ തുടങ്ങുന്ന വർഷം ഏതാണോ ആ വർഷം കൂടി വെച്ചിട്ട് പഠിക്കണം. അപ്പൊ അത് രീതിയിൽ ജസ്റ്റ് ഒരു കോഡ് വെച്ചിട്ടുണ്ട്, അത് ഒരുപാട് അങ്ങ് ആഴത്തിൽ ചിന്തിക്കാതെ പഠിക്കണം. ജസ്റ്റ് ഒരു കോഡ് എന്നുള്ള രീതിയിൽ മാത്രമേ ഇത് എടുക്കാൻ പാടുള്ളൂ. 1885 ക്രിസ്ത്യൻ, പാഴ്സി, മുസ്ലിം, ഫസ്റ്റ് വിദേശി യൂൾ, സെക്കൻഡ് വിദേശി ബേൺ. അപ്പൊ നമുക്ക് നോക്കാം. 1885 നടന്ന INC സമ്മേളനത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആദ്യത്തെ ക്രിസ്ത്യൻ പ്രസിഡന്റ് ഉണ്ടായിരുന്നത് ഈ ഒരു INC സമ്മേളനത്തിലാണ്. അപ്പൊ അത് നടക്കുന്നത് ബോംബെയിൽ വെച്ചിട്ട്. ബോംബെക്ക് നമ്മൾ എപ്പോഴും ഇനി B എന്നുള്ള രീതിയിലുള്ള കോഡാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ 1886 കൊൽക്കത്ത ആദ്യത്തെ പാഴ്സി പ്രസിഡന്റ് വരെയാണ് INCക്ക്, നമ്മളെ ദാദാഭായ് നവറോജി. 1887 മദ്രാസ് INC, M means മദ്രാസ്, ഇന്നത്തെ ചെന്നൈ, അതാണ് അന്നത്തെ മദ്രാസ്. മദ്രാസ് INCയിൽ ആദ്യമായിട്ട് ഒരു മുസ്ലിം പ്രസിഡന്റ് വരുന്നു, ബദ്രുദ്ദീൻ ത്യാബ്ജി. അതുപോലെ 1888 അലഹബാദ് INC പ്രസിഡന്റ് ആരാണ്? ആദ്യമായിട്ട് ഒരു വിദേശി പ്രസിഡന്റ് വരുവാണ്, ജോർജ് യൂൾ. അതുപോലെ 1889 വീണ്ടും ബോംബെയിലാണ് INC സമ്മേളനം നടക്കുന്നത്. രണ്ടാമതൊരു വിദേശി പ്രസിഡന്റ് വരുവാണ്, വില്യം വേർഡർബേൺ. ഇതാണ് കോഡ് പഠിക്കുമ്പോൾ ഈ ചുരുക്കിയ രൂപത്തിൽ നമ്മളത് പഠിക്കുക. 1885 ക്രിസ്ത്യൻ, പാഴ്സി, മുസ്ലിം, ഫസ്റ്റ് വിദേശി യൂൾ, സെക്കൻഡ് വിദേശി ബേൺ. അപ്പോൾ അതിൽ നമ്മൾ ആദ്യമുള്ള 1885 ക്രിസ്ത്യൻ പ്രസിഡന്റിനെ കുറിച്ചിട്ടാണ് ആദ്യം നമ്മൾ പറയുന്നത്. അപ്പൊ 1885 ബോംബെയിൽ വെച്ചിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത്. ഇത് ആദ്യം തീരുമാനിച്ചത് പൂനെയിൽ വെച്ചിട്ടായിരുന്നു. അപ്പൊ പൂനെയിൽ നിന്നത്
ബോംബെയിലേക്ക് മാറ്റുകയായിരുന്നു. പൂനെയിൽ ആ സമയത്ത് പ്ലേഗിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പ്ലേഗ് കാരണം അത് പൂനെയിൽ നിന്ന് മാറ്റിയിട്ട് അങ്ങനെ ഗോകുൽദാസ് തേജ്പാൽ കോളേജ്, ബോംബെയിലുള്ള ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ചിട്ടാണ് ഇത് നടക്കുന്നത്. ഇതിന്റെ അധ്യക്ഷ സ്ഥാനത്ത് വരുന്നത് ആദ്യത്തെ ക്രിസ്ത്യൻ പ്രസിഡന്റ് ആണ്. അദ്ദേഹമാണ് WC ബാനർജി അല്ലെങ്കിൽ ഉമേഷ് ചന്ദ്ര ബാനർജി. അദ്ദേഹമാണ് ആദ്യത്തെ ക്രിസ്ത്യൻ പ്രസിഡന്റ്. അതുപോലെ INCയിൽ ആദ്യമായിട്ട് 2 തവണ പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തിയും WC ബാനർജിയാണ്. അദ്ദേഹം ഒന്ന് ഈ ഒരു INC സമ്മേളനത്തില് 1885 ബോംബെ INC, രണ്ടാമത് 1892 അലഹബാദ് INC. അലഹബാദ് ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിലെ അലഹബാദ് INCയിലുമാണ് അദ്ദേഹം പ്രസിഡന്റ് ആയിട്ടിരുന്നത്. പിന്നെ ഇതില് അഭിസംബോധന ചെയ്യുന്നത്, ആദ്യത്തെ അഭിസംബോധന നടത്തുന്നത് അലക്സാണ്ടർ ഒക്ടേവിയൻ ഹ്യൂം ആണ്. അതായത് സ്ഥാപക സെക്രട്ടറി ആയിട്ടുള്ള അലക്സാണ്ടർ ഒക്ടേവിയൻ ഹ്യൂം ആണ് ആദ്യമായിട്ട് അഭിസംബോധന പ്രസംഗം നടത്തുന്നത്. അതുപോലെ WC ബാനർജിയും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു പ്രസംഗം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിലെ പ്രസക്ത ഭാഗമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാകണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു എന്നാണ് ഇതിൽ ഇദ്ദേഹം പറയുന്നത്. അതായത് കുറച്ചും കൂടി പരിഷ്കൃതമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം വരണം, അതിന് നമുക്കും കൂടി പങ്കാളിത്തം വേണം എന്നുള്ള രീതിയിൽ INC സമ്മേളനത്തിൽ പ്രസംഗിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അതാരാണ്, WC ബാനർജിയാണ്. ആദ്യത്തെ ക്രിസ്ത്യൻ പ്രസിഡന്റ്, ആദ്യം 2 തവണ പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തി. അതുപോലെ ഈ ഒരു സമ്മേളനത്തില് ഗോകുൽദാസ് തേജ്പാൽ കോളേജില് 72 പേരാണ് പങ്കെടുത്തത്. ഇതിന്റെ രൂപീകരണ സമയത്ത് നമ്മൾ പറഞ്ഞു 1884 മദ്രാസ് മീറ്റിംഗിൽ 17 പേര് പങ്കെടുത്തു. പിന്നെ 885 ഡിസംബർ 28 രൂപീകരിച്ച വേളയിൽ ആദ്യ സമ്മേളനത്തിൽ 72 പേരാണ് പങ്കെടുക്കുന്നത്. ഇതിൽ 9 പ്രമേയങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു. 9 പ്രമേയങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു. അതിലെ ആദ്യത്തെ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്, സുബ്രഹ്മണ്യ അയ്യർ എന്ന GS അയ്യർ ആണ്. ഇദ്ദേഹമാണ് ദക്ഷിണേന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന വ്യക്തി. ദക്ഷിണേന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന വ്യക്തി ഇദ്ദേഹമാണ്. ഹിന്ദു പത്രത്തിന്റെ സ്ഥാപകനായിട്ടുള്ള വ്യക്തിയുമാണ് GS അയ്യർ. അപ്പൊ അദ്ദേഹം അവതരിപ്പിച്ച പ്രമേയം ഇതായിരുന്നു, ഇന്ത്യക്ക് ഒരു റോയൽ കമ്മീഷൻ വേണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള പ്രമേയമായിരുന്നു. ആരവതരിപ്പിച്ചത്, GS അയ്യർ, സുബ്രഹ്മണ്യ അയ്യർ. ഓക്കെ, ആരാണ്, ദക്ഷിണേന്ത്യയുടെ വന്ധ്യവയോധികനാണ്. അതുപോലെ ഹിന്ദു പത്രത്തിന്റെ എഡിറ്ററും സ്ഥാപകനുമായിട്ടുള്ള ഒക്കെ വ്യക്തിയാണ് GS അയ്യർ. അപ്പൊ അദ്ദേഹം ഇന്ത്യക്ക് ഒരു റോയൽ കമ്മീഷൻ വേണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള പ്രമേയമാണ് അവതരിപ്പിക്കുന്നത്. അതാണ് ആദ്യമായിട്ട് INCയിൽ അവതരിപ്പിക്കപ്പെട്ട പ്രമേയം. ഇത്രയും കാര്യങ്ങളാണ് പൊതുവായിട്ട് 1885 ബോംബെ INCയെ കുറിച്ച് പറയാനുള്ളത്. 1886 കൊൽക്കത്ത INC. ഓക്കെ, 1885 B മീൻസ് ബോംബെ INC. ആദ്യത്തെ ക്രിസ്ത്യൻ പ്രസിഡന്റ് വന്നു. അത് കഴിഞ്ഞ് 1886 കൊൽക്കത്ത INCയിൽ ആദ്യത്തെ പാഴ്സി പ്രസിഡന്റ് വരുവാണ്. അതാണ് ദാദാഭായ് നവറോജി. 434 പേരാണ് പങ്കെടുക്കുന്നത്. ആദ്യത്തേതിൽ 72 പേര്, ഇതിൽ 434 പേര്. പിന്നെ കൊൽക്കത്തയുടെ പ്രത്യേകത, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ, അതായത് 1947 വരെയുള്ള കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ INC സമ്മേളനങ്ങൾക്ക് വേദിയായിട്ടുള്ള നഗരമാണ് കൊൽക്കത്ത. സ്വാതന്ത്ര്യത്തിന് ശേഷവും ഡൽഹിയാണ് ഏറ്റവും കൂടുതൽ വേദിയായത്. ഡൽഹി സ്വാതന്ത്ര്യത്തിന് ശേഷം, മുൻപ് കൊൽക്കത്തയും. അതുപോലെ ദാദാഭായ് നവറോജി നമ്മൾ പറഞ്ഞു ആദ്യത്തെ പാഴ്സി പ്രസിഡന്റ് ആണ്. ആദ്യമായിട്ട് 3 തവണ പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തി ഇദ്ദേഹമാണ്. തുടർച്ചയായിട്ടല്ല, ആദ്യമായി 3 തവണ പ്രസിഡന്റ് ആവുന്നു. ഓക്കെ, ആദ്യമായിട്ട് 2 തവണ പ്രസിഡന്റ് ആവുന്ന വ്യക്തി WC ബാനർജി. തുടർച്ചയായിട്ട് പ്രസിഡന്റ് ആവുന്നില്ല, അത് വേറൊരു വ്യക്തിയുണ്ട്. ആദ്യമായിട്ട് തുടർച്ചയായിട്ട് 2 തവണ പ്രസിഡന്റ് ആവുന്നത് രാഷ് ബിഹാരി ഘോഷാണ്. ആദ്യമായിട്ട് 2 തവണ പ്രസിഡന്റ് ആവുന്ന വ്യക്തി WC ബാനർജി. 3 തവണ പ്രസിഡന്റ് ആവുന്ന വ്യക്തി ദാദാഭായ് നവറോജി. ആ 3 തവണ എന്ന് വെച്ചാൽ അതിലൊന്ന് 886 കൊൽക്കത്ത INC. KLK എന്ന് പഠിച്ചാൽ മതി. KLK കൊൽക്കത്തയിലും ലാഹോർ INCക്കും വീണ്ടും കൊൽക്കത്ത INCയുടെ പ്രസിഡന്റ് ആയിരുന്നു. 1886 കൊൽക്കത്ത INCയുടെ പ്രസിഡന്റ് ആയിരുന്നു. പിന്നീട് 1893 അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1892 അലഹബാദ് INC പ്രസിഡന്റ് WC ബാനർജി.
1893 ലാഹോർ INC, എൽ എന്ന് വെച്ചാൽ ലാഹോർ ആണ് കേട്ടോ, ചുരുക്കി പറയുന്നതാണ്. ലാഹോർ INC പ്രസിഡന്റ് ദാദാഭായ് നവറോജി അല്ലെ. ഇവിടെയും അങ്ങനെ തന്നെയല്ലേ, WC ബാനർജി ആദ്യം പ്രസിഡന്റ്, പിന്നീട് ആര്, ദാദാഭായ് നവറോജി. അതുപോലെ തന്നെ 892 WC ബാനർജി, 893 ദാദാഭായ് നവറോജി. അതുപോലെ 1906 ഇദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നു, പിന്നീട് മരണപ്പെട്ടു. അങ്ങനെ വേറൊരു ക്രെഡിറ്റും കൂടി ഇദ്ദേഹത്തിനുണ്ട്. അതാണ് ആദ്യമായിട്ട് ഏറ്റവും കൂടിയ പ്രായത്തിൽ പ്രസിഡന്റ് ആവുന്ന ആദ്യത്തെ വ്യക്തി ഇദ്ദേഹമാണ്. അപ്പൊ അങ്ങനെയുള്ള ആദ്യത്തെ വ്യക്തി, ഏറ്റവും കൂടിയ പ്രായത്തിൽ പ്രസിഡന്റ് ആവുന്ന ആദ്യത്തെ വ്യക്തിയും ഇദ്ദേഹമാണ്. 80ാമത്തെ വയസ്സിലാണ് അദ്ദേഹം പ്രസിഡന്റ് ആവുന്നത്, 1886. ഇത്രയൊക്കെയാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്, 886 കൊൽക്കത്ത INC കുറിച്ചിട്ട് പറയാനുള്ളത്. 1887 മദ്രാസ് INC, ഇതിലാണ് ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് വരുന്നത്, ബദറുദ്ദീൻ ത്യാബ്ജി. ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് ആരാണ്, ബദറുദ്ദീൻ ത്യാബ്ജിയാണ്. 607 പേര് പങ്കെടുത്തു. 885 72 പേര്, 1886 എത്ര പേര് പങ്കെടുത്തു, 434. 887 ആകുമ്പോഴേക്കും 607 പേര് പങ്കെടുത്തു ഈ ഒരു സമ്മേളനത്തില്. മദ്രാസിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ആ മദ്രാസാണ് ഇന്നത്തെ ചെന്നൈ. അപ്പം ദക്ഷിണേന്ത്യൻ നഗരത്തിൽ വെച്ച് നടക്കുന്ന ആദ്യത്തെ INC സമ്മേളനം ഇതാണ്. പിന്നെ നമുക്ക് വേറൊരു രീതിയിലും പറയാം, മദ്രാസ് ആണ് INC സമ്മേളനം നടന്ന ആദ്യത്തെ ദക്ഷിണേന്ത്യൻ നഗരം. ഈ രണ്ട് രീതിയിലും പറയാം. ഓക്കെ, അപ്പൊ ദക്ഷിണേന്ത്യൻ നഗരത്തിൽ വെച്ച് നടക്കുന്ന ആദ്യത്തെ INC സമ്മേളനം 1887 മദ്രാസ് ആണ് ആദ്യമായിട്ട് INC സമ്മേളനം നടക്കുന്ന ദക്ഷിണേന്ത്യൻ നഗരം. ഇപ്പോഴുള്ള പേരെന്താണ്, മദ്രാസിന്റെ പേര് ചെന്നൈ. അതുപോലെ 1888 ഫസ്റ്റ് വിദേശി യൂൾ, ജോർജ് യൂൾ വരുന്നത്. ആദ്യമായിട്ടൊരു യൂറോപ്യൻ, ആദ്യമായിട്ടൊരു വിദേശി പ്രസിഡന്റ് ആയിട്ട് വരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ജോർജ് യൂൾ. ഇതിൽ 1248 പേര് പങ്കെടുക്കുന്നുണ്ട്. ഈ ഒരു സമ്മേളനത്തില് 1248 പേരാണ് പങ്കെടുക്കുന്നത്. ഇത് നടക്കുന്ന ഇവിടെ വെച്ചിട്ടാണ്, അലഹബാദ് വെച്ചിട്ടാണ് നടക്കുന്നത്. അലഹബാദ് വെച്ചാൽ ഉത്തർപ്രദേശില്, UP, ഉത്തർപ്രദേശിലെ അലഹബാദ് നഗരത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇതേ 1888 തന്നെ ഇംഗ്ലണ്ടില് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു ശാഖ ആരംഭിച്ചിരുന്നു. അത് ആരംഭിച്ച വ്യക്തിയാണ് വില്യം ഡിഗ്ബി. ഓക്കെ, 1888 ഇംഗ്ലണ്ടില് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ശാഖ ആരംഭിച്ച വ്യക്തിയാണ് വില്യം ഡിഗ്ബി. അതുപോലെ ആദ്യത്തെ വിദേശി പ്രസിഡന്റ്, ആദ്യത്തെ യൂറോപ്യൻ പ്രസിഡന്റ് ആരാണ്, ജോർജ് യൂളാണ്. 1248 പേര് പങ്കെടുത്ത സമ്മേളനമാണ്. മദ്രാസിൽ വെച്ചിട്ട്, അലഹബാദിൽ വെച്ചിട്ടായിരുന്നു ഇത് നടന്നത്. ഈ ഒരു സംഘടനയ്ക്ക് എതിരായിട്ട്, INCക്ക് എതിരായിട്ട് 1888 മറ്റൊരു സംഘടന ഈ ഒരു സമയത്ത് രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് രൂപീകരിച്ചത് സർ സയ്യദ് അഹമ്മദ് ഖാൻ ആണ്. സർ സയ്യദ് അഹമ്മദ് ഖാൻ രൂപീകരിച്ച ഒരു സംഘടനയായിരുന്നു ആ സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് എതിരായിട്ട് രൂപീകരിച്ച ഒരു സംഘടന ഉണ്ടായിരുന്നു 1888. അതാണ് യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ. യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ ആണ് ആ സമയത്ത് 1888 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് എതിരായിട്ട് രൂപീകരിച്ച സംഘടന. ഇത് രൂപീകരിച്ചത് സർ സയ്യദ് അഹമ്മദ് ഖാൻ. 1889 ബോംബെ INCയുടെ അധ്യക്ഷ സ്ഥാനത്ത്, പ്രസിഡന്റ് സ്ഥാനത്ത് ഉണ്ടായിരുന്നത് വില്യം വേഡർബേൺ ആണ്. ഇപ്പം 1889 പ്രത്യേകത എന്ന് വെച്ചാൽ ആ സമയത്താണ് INCക്ക് ഒരു ലണ്ടൻ ശാഖ വരുന്നത്. അതും ഈ ഒരു INC സമ്മേളനത്തിലാണ് ഉണ്ടാകുന്നത്. വില്യം വേഡർബേൺ അധ്യക്ഷനായ 1889 ബോംബെ INCയിൽ വെച്ചിട്ടാണ് INCക്ക് ഒരു ലണ്ടൻ ശാഖ ആരംഭിക്കുന്നത്. ആ ശാഖയുടെ പേരാണ് ബ്രിട്ടീഷ് കമ്മിറ്റി. ഈ ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ മാസികയാണ് ഇന്ത്യ എന്ന മാസിക. ഇന്ത്യ മാസിക ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ മാസിക. ഈ ബ്രിട്ടീഷ് കമ്മിറ്റിയുടെയും പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുത്തത് വില്യം വേഡർബേണിനെയാണ്. അദ്ദേഹം ഒരേ സമയം INC പ്രസിഡന്റും ആയിരുന്നു, ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ്. ബ്രിട്ടീഷ് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റും ആരായിരുന്നു, വില്യം വേഡർബേൺ ആയിരുന്നു. പിന്നെ ഇദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു. സെക്കൻഡ് വിദേശിയാണ്, രണ്ടാമത്തെ വിദേശി പ്രസിഡന്റാണ്. ആദ്യമായിട്ട് 2 തവണ പ്രസിഡന്റ് ആവുന്ന വിദേശിയും ഇദ്ദേഹമാണ്.
അപ്പൊ അത് ഒന്ന് ബോംബെ INC ആണ്, 1889 ബോംബെ INC, ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തത് 1910 അലഹബാദ് INC. വേണമെങ്കിൽ നമുക്കതൊരു കോഡാക്കാം. ഏതാണ് അല്ലെ, ബോല എന്നങ്ങനെ പറഞ്ഞിട്ടൊരു കോഡ് വെച്ചിട്ട് പഠിക്കാം. ഇത് തന്നെയാണ് നമ്മൾ WC ബാനർജി നേഴ്സിൽ നമ്മൾ പഠിച്ചത് അല്ലെ, 2 തവണ പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ അവിടെയും അദ്ദേഹം ആദ്യം ബോംബെ ANC പ്രസിഡന്റ് ആയിരുന്നു 1885, പിന്നീട് 1892 അലഹബാദ് ANC പ്രസിഡന്റ് ആയിരുന്നു. ഇതുപോലെ തന്നെയാണ് വില്യം വേർഡർബേൺ ഡേയ്സും വരുന്നത്, വർഷം മാത്രമേ മാറുന്നുള്ളൂ. 1889 ബോംബെ INC സമ്മേളന പ്രസിഡന്റ്, 1910 ഉത്തർപ്രദേശിലെ അലഹബാദിലെ INC സമ്മേളന പ്രസിഡന്റുമായിരുന്നു. അതുപോലെ അലക്സാണ്ടർ ഒക്ടേവിയൻ ഹ്യൂമിന്റെ ജീവചരിത്രം തയ്യാറാക്കുന്നത് ഇദ്ദേഹമാണ്. അതുപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സുരക്ഷാ വൽവ സിദ്ധാന്തം അല്ലെങ്കിൽ ചോർച്ചാ സിദ്ധാന്തം ആദ്യമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നത് ഇവിടെ വെച്ചിട്ടാണ്. അപ്പോൾ സുരക്ഷാ വാൽവ് സിദ്ധാന്തം അവതരിപ്പിക്കപ്പെട്ടത് അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് ആദ്യമായിട്ടുള്ള ഒരു വിശദീകരണം കൊടുത്തത് ശരിക്കും വില്യം വേർഡർബേൺ ആണ്. പക്ഷെ PSCയുടെ ഉത്തരം എന്ന് പറയുന്നത് ലാല ലജ്പത് റായി ആണ്. അപ്പോൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ആലോചിക്കുക, 1889 സുരക്ഷാ വാൽവ് സിദ്ധാന്തത്തിനെ കുറിച്ചിട്ട് അല്ലെ അങ്ങനെ ഒരു അവതരണം കൂടി ഉണ്ടായിരുന്നു. അപ്പൊ അത് അവതരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാലാ ലജ്പത് റായി ഉണ്ടെങ്കിൽ ഉത്തരം അതായിരിക്കും, ഇല്ലെങ്കിൽ വില്യം വേർഡർബേൺ ആയിരിക്കും. പിന്നെ ആദ്യമായിട്ട് വനിതകൾ പങ്കെടുത്ത INC സമ്മേളനം ഇതാണ്. ആദ്യമായിട്ട് പങ്കെടുത്ത വനിത എന്ന് പറയുന്നത് പണ്ഡിത രമാബായി ആണ്. ആദ്യമായിട്ട് പങ്കെടുത്ത വനിതയാണ് പണ്ഡിത രമാബായി. ആദ്യമായിട്ട് മലയാളി പങ്കെടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനം എന്ന് പറയുന്നത് 889 ബോംബെ ANC ആയിരുന്നു. ആദ്യമായിട്ട് പങ്കെടുത്ത മലയാളിയാണ് ബാരിസ്റ്റർ GP പിള്ള. ബാരിസ്റ്റർ GP പിള്ളയാണ് ആദ്യമായിട്ട് പങ്കെടുത്ത മലയാളി. ഇദ്ദേഹം പിന്നെ തിരുവിതാംകൂറുകാർക്ക് എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ള അല്ലെ ഒരു വാചകം നമുക്കറിയാം. തിരുവിതാംകൂറുകാർക്ക് എന്ന് പറഞ്ഞത് ആര്? അത് ബാരിസ്റ്റർ GP പിള്ളയാണ്. അതുപോലെ ആധുനിക തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിതാവ് എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. എന്താണ്? ആധുനിക തിരുവിതാംകൂറിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാരിസ്റ്റർ GP പിള്ളയാണ്. അതുപോലെ ബ്രിട്ടീഷ് കമ്മിറ്റി രൂപീകരിച്ചത് ഈ ഒരു സമ്മേളനത്തിലാണല്ലോ. അപ്പൊ അതിന്റെ ആദ്യത്തെ പ്രസിഡന്റായിട്ട് വില്യം വേർഡർബേൺ തന്നെ ചുമതലയേറ്റു. അതിന്റെ മാസികയായിട്ട് ഇന്ത്യ വന്നു. ഈ ഇന്ത്യ മാസികയുടെ എഡിറ്ററായിട്ടും കൂടിയിട്ട് ആര് പ്രവർത്തിച്ചിട്ടുണ്ട്? നമ്മുടെ ബാരിസ്റ്റർ GP പിള്ള പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ വേറൊരു പത്രമാണ് ഇന്ത്യ മാസികയുടെ എഡിറ്ററാണ് ഇന്ത്യ മാസിക എഡിറ്റർ. അതുപോലെ മറ്റൊരു പത്രമാണ് മദ്രാസ് സ്റ്റാൻഡേർഡ്. മദ്രാസ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന പത്രത്തിന്റെ എഡിറ്ററും ഇദ്ദേഹമായിരുന്നു. ഇതാണ് നമ്മള് ബാരിസ്റ്റർ GP പിള്ള. ആദ്യമായിട്ട് മലയാളി പങ്കെടുത്ത INC സമ്മേളനം, ആദ്യമായിട്ട് വനിതകൾ പങ്കെടുത്ത INC സമ്മേളനം ഒക്കെ ഏതാണ്? 1889 വില്യം വേർഡർബേൺ അധ്യക്ഷനായിട്ടുള്ള ബോംബെ ANC ആണ്. ഇതാണ് ഈ കോഡ് വെച്ചിട്ട് നമുക്ക് ഇത്രയാണ് പറയാനുള്ളത്. 885 മുതൽ 889 വരെയുള്ള കാലഘട്ടത്തിലെ കാര്യങ്ങളാണ് നമ്മൾ പൊതുവായിട്ട് പറഞ്ഞത്. 1885 ക്രിസ്ത്യൻ, പാഴ്സി, മുസ്ലിം, ഫസ്റ്റ് വിദേശി യു, സെക്കൻഡ് വിദേശി ബേൺ എന്നുള്ള രീതിയിൽ കോഡ് പഠിക്കുക. പിന്നെ 885 ബോംബെയിൽ അല്ലെ, അത് ആ രീതിയിൽ തന്നെ പിന്നെ നഗരങ്ങളെ പേരും നടന്ന സ്ഥലത്തിന്റെ പേരും അതുപോലെ ഒരു ഓർഡറിൽ പഠിക്കാൻ ശ്രമിക്കുക. ഫസ്റ്റ് നടന്നത് ബോംബെയിൽ 85, 86 നടന്നത് കൊൽക്കത്തയിൽ, 87 മദ്രാസ്, 88 അലഹബാദ്, 89 വീണ്ടും ബോംബെയിലാണ് INC മീറ്റിംഗ് കൂടുന്നത്. അടുത്ത 5 വർഷത്തിന്റെ കോഡ് ഇതാണ്. 1890 കൽമേത്ത, ഹിന്ദു നാഗ്, ക്രിസ്ത്യൻ, പാഴ്സി, മദ്രാസ് വെബ്. ഈ ഒരു കോഡ് കുറച്ച് ബൈഹാർട്ട് ആദ്യം പഠിക്കുക. ബൈഹാർട്ട് പഠിച്ചതിന് ശേഷം അതിനുള്ള സ്ഥലം എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കുക. 1890 കൽമേത്ത എന്ന് വെച്ചാൽ കൽക്കത്തയിൽ വെച്ചിട്ട് ഫിറോസ് ഷാ മേത്തയാണ്. 1890 കൊൽക്കത്ത INC സമ്മേളനമാണ്. ഫിറോസ് ഷാ മേത്തയാണ് അധ്യക്ഷനായിട്ടുള്ളത്. ഇദ്ദേഹം ഒരു പാഴ്സിക്കാരനായിരുന്നു, പാഴ്സി മതസ്ഥനാണ്. അപ്പോൾ രണ്ടാമത്തെ പാഴ്സി മതസ്ഥനായിട്ടുള്ള പ്രസിഡന്റ് ഇദ്ദേഹമാണ്. രണ്ടാമത്തെ പാഴ്സി പ്രസിഡന്റ് ആരാന്ന് വെച്ചാൽ
ഫിറോസ് ഷാ മേത്ത. അപ്പൊ ഇദ്ദേഹത്തിന്റെ INC സമ്മേളനത്തിൽ അധ്യക്ഷനായിട്ടുണ്ടായ 1890 കൊൽക്കത്ത INC-യിലാണ് ആദ്യമായിട്ട് ഒരു വനിത INC-യിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത്. ആദ്യമായിട്ട് ഒരു വനിത പ്രമേയം അവതരിപ്പിക്കുന്നത് ഈ ഒരു 1890 കൊൽക്കത്ത INC-യിലാണ്. അത് വേറെ ആരുമല്ല, കാദംബിനി ഗാംഗുലിയാണ്. ആ ഒരു വനിതയാണ് കാദംബിനി ഗാംഗുലി. ഇവരാണ് ആദ്യമായിട്ട് ഒരു യൂണിവേഴ്സിറ്റി ബിരുദം, യൂണിവേഴ്സിറ്റി ഡോക്ടറേറ്റ് നേടിയ ഇന്ത്യൻ വനിത. ഇന്ത്യയിൽ ആദ്യമായിട്ട് യൂണിവേഴ്സിറ്റി ബിരുദം നേടിയ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഡോക്ടറേറ്റ് നേടിയ വനിത ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? കാദംബിനി ഗാംഗുലിയാണ്. അപ്പൊ ഇവര് കൊൽക്കത്ത യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഡോക്ടറേറ്റ് നേടുന്നത്, കൊൽക്കത്ത യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അപ്പൊ ആദ്യമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ പ്രമേയം അവതരിപ്പിച്ച വനിതയും അഭിസംബോധന ചെയ്ത് സംസാരിച്ച വനിതയും കാദംബിനി ഗാംഗുലിയാണ്. ആദ്യമായിട്ട് INC-യിൽ പങ്കെടുക്കുന്ന വനിത ആരാണ്? പണ്ഡിത രമാബായി. അത് 1889 INC-യിൽ വില്യം വേർഡർപ്പാണ് അധ്യക്ഷനായിട്ടുള്ളത്. ഇത് 1890 കൊൽക്കത്ത INC ആരാണ്? ഫിറോസ് ഷാ മേത്ത അധ്യക്ഷൻ. ഓക്കെ, അപ്പൊ 1890 കൽമേത്ത. അടുത്തത് ഏതായിരിക്കും? 891 അല്ലെ? അങ്ങനെ ഓരോ വർഷവും മാറ്റി മാറ്റി നോക്കുക കേട്ടോ. കൽമേത്ത, ഹിന്ദു നാഗ്, ക്രിസ്ത്യൻ, പാഴ്സി, മദ്രാസ് വെബ്. അപ്പൊ അടുത്തത് 1891 അല്ലെ? ഹിന്ദു നാഗ് എന്ന് പറയുന്നത് നാഗ്പൂർ INC സമ്മേളനം. എവിടെയാണ്? നാഗ്പൂർ INC സമ്മേളനം 1891 നാഗ്പൂർ INC സമ്മേളനം. അധ്യക്ഷൻ ആരാണ്? ആദ്യത്തെ ഹിന്ദു പ്രസിഡന്റ് ആണ്. ആദ്യത്തെ ഹിന്ദു പ്രസിഡന്റും ആദ്യത്തെ ദക്ഷിണേന്ത്യൻ പ്രസിഡന്റുമായിട്ടുള്ള വ്യക്തിയാണ് P. അനന്തചാർലു. ആരാണ്? ആദ്യത്തെ ഹിന്ദു പ്രസിഡന്റ്, ആദ്യത്തെ ദക്ഷിണേന്ത്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തിയാണ് P. അനന്തചാർലു. അപ്പൊ ഈ ഒരു സമ്മേളനത്തിലാണ് 1891 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ള പേര് കിട്ടുന്നത്. അതുവരെ കോൺഗ്രസ് മാത്രമാണ്. 885 മുതൽ 890 വരെ കോൺഗ്രസ് എന്നാണ് ഈ സംഘടനയുടെ പേര്. അത് പിന്നീട് INC, അതിൽ ഇന്ത്യൻ നാഷണൽ എന്ന് പറയുന്ന പദം കൂടി കൂട്ടിച്ചേർത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ INC എന്നുള്ള പേര് കിട്ടിയത് എപ്പോഴാണ്? 1891 നാഗ്പൂർ സമ്മേളനത്തിൽ. ഓക്കെ, ഇനി അടുത്തത് 1892. ഇത് നമ്മൾ പറഞ്ഞതാണ് അല്ലെ? രണ്ടാമത് പ്രസിഡന്റ് ആവുന്ന ആദ്യത്തെ വ്യക്തി ആരാണ്? WC ബാനർജി, 892. തൊട്ടടുത്ത വർഷം 893 ആരാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്? അലഹബാദ് INC അധ്യക്ഷനാണ് ദാദാബായ് നവറോജി. അല്ല സോറി, 892 അലഹബാദ് INC WC ബാനർജി. അടുത്തത് പാകിസ്ഥാനിലെ ലാഹോറിലെ അല്ലെ? ലാഹോർ INC അധ്യക്ഷനാണ് ദാദാബായ് നവറോജി. 1893 ഇദ്ദേഹം INC-യുടെ പ്രസിഡന്റ് മാത്രമായിരുന്നില്ല, ബ്രിട്ടീഷ് പാർലമെന്റേറിയനും കൂടിയായിരുന്നു. ഓക്കെ, അപ്പൊ ബ്രിട്ടീഷ് പാർലമെന്റ് അംഗമായിരുന്ന INC പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറയാൻ പറ്റുന്ന പേര് ആരാണ്? ദാദാബായ് നവറോജി. അടുത്തത് 1894 മദ്രാസ് INC ആണ്. അധ്യക്ഷനാണ് മൂന്നാമത്തെ വിദേശി പ്രസിഡന്റ് ആയിട്ടുള്ള ആൽഫ്രഡ് വെബ് ആണ്. ഈ 1894 ഒരു പ്രത്യേകതയുണ്ട്. ഈ സമയത്തെല്ലാം ഗാന്ധിജി എവിടെയായിരുന്നു? ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലായിരുന്നു. അപ്പൊ ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി ആ സമയത്ത് ഒരു സംഘടന സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് നേറ്റാൾ കോൺഗ്രസ്. ഓക്കെ, 1894 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ ഈ നേറ്റാൾ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന സ്ഥാപിക്കുന്നത്. അതായത് 1894 മദ്രാസ് INC-യുടെ സമയത്ത്. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ കോഡ്. 890 കൽക്കത്ത INC ഫിറോസ് ഷാ മേത്ത. 91 ആദ്യമായിട്ട് ഒരു ഹിന്ദു പ്രസിഡന്റ് P. അനന്തചാർലു, നാഗ്പൂർ INC. 92 ക്രിസ്ത്യൻ പ്രസിഡന്റും രണ്ടാമത് പ്രസിഡന്റ് ആവുന്ന വ്യക്തിയും WC ബാനർജി, അലഹബാദ് INC. 893 ഏതാണ്? പാഴ്സി അല്ലെ? നമുക്കറിയാം ആദ്യത്തെ പാഴ്സി പ്രസിഡന്റ് ആരാ? ദാദാബായ് നവറോജിയാണ്. 3 തവണ പ്രസിഡന്റ് ആവുന്ന വ്യക്തി കൂടിയാണ്. ലാഹോറിൽ വെച്ചിട്ട് നടന്നത്. പിന്നെ മദ്രാസ് വെബ്, അതിൽ തന്നെ സമ്മേളനം നടന്ന സ്ഥലം കാണിക്കുന്നുണ്ട് അല്ലെ? നഗരമുണ്ട്. 894 നടന്നത് മദ്രാസിൽ വെച്ചിട്ടാണ്. ആൽഫ്രഡ് വെബ് എന്ന് പറയുന്ന മൂന്നാമത്തെ വിദേശി പ്രസിഡന്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് 890 മുതൽ 94 വരെയുള്ള INC-നെ കുറിച്ച് പറയാനുള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന വലിയൊരു ടോപ്പിക്കാണ്. ഇതുപോലെ 5 വർഷത്തെ കോഡ് വെച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാം.
ഇതിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. പ്രസിഡന്റ് ആരാണ്, സ്ഥലം എവിടെയാണ്, പിന്നെ എന്താണ് പ്രത്യേകത, മറ്റേതെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. അപ്പൊ നമുക്കത് ഒരു കോഡ് വെച്ചിട്ട് ഇതുപോലെ 5 വർഷങ്ങളുടെ കോഡ് വെച്ച് പഠിക്കുന്നതായിരിക്കും എളുപ്പം. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്നത് 1876 രൂപീകരണ സമയത്ത് ഇന്ത്യൻ അസോസിയേഷന്റെ കാര്യം പറഞ്ഞു, 885 രൂപീകരിച്ച കാര്യം പറഞ്ഞു, 1885 മുതൽ 1894 വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇത് മിതവാദി കാലഘട്ടത്തിന്റെ ഒരു ഭാഗമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. രൂപീകരണവും മിതവാദി കാലഘട്ടത്തിന്റെ ഒരു ഭാഗവും. ഇനി അത് പൂർണ്ണമായിട്ട് പറയാനുണ്ട്. മറ്റുള്ള തീവ്രവാദി കാലഘട്ടം വരുന്നുണ്ട്, ഗാന്ധി യുഗമുണ്ട്. അങ്ങനെ 947 ശേഷം, സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള INC എങ്ങനെയായിരുന്നു, പ്രസിഡന്റുമാരാരായിരുന്നു, ഇതുവരെ ഉള്ള INCയുടെ കാര്യം പറയാനുണ്ട്. അതൊക്കെ നമുക്ക് വിശദമായിട്ട് മറ്റുള്ള ക്ലാസ്സുകളിൽ പറയാം. സ്റ്റേ ട്യൂൺഡ്.